നമസ്കാരം. ഇന്ന് നമ്മൾ അരി അരച്ച് രാവിലെ കുളിച്ചു വന്ന് വിളക്കേലൊക്കെ കത്തിച്ച് കഴിഞ്ഞിപ്പം നമ്മൾ അപ്പം ചുടാൻ പോയി. ഇന്നലെ ഞാൻ അരിയും തേങ്ങായും ചോറും പഞ്ചസാരയും കൂടി ഇച്ചിരി ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പത്തിനെല്ലാം കോരി ഒഴിച്ചതേണ്ട ഒരു കൊച്ച് ചീനിച്ചട്ടിയുണ്ട്, അതിനകത്തോട്ട് അപ്പം ആദ്യത്തെ ഒരെണ്ണം വേണ്ട കണ്ടോ. അപ്പം നന്നായിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചി ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്താണ് നമ്മൾ ഈ അപ്പം എല്ലാം. ഞാനൊരു ഉള്ളി കഷ്ണം എടുത്ത അതിനകത്തോട്ട് ഈ ചെറിയൊരു കുഞ്ഞുള്ളി എടുത്തിട്ട് അതാ ഞാൻ ഇച്ചിരി തൂക്കുന്നതെന്ന് വെച്ചാൽ ഇളകി വരണം, അല്ലേ ഇളകി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ അപ്പം ഞാനിതാണ് ഗുരുവായൂർ എൻ്റെ ചേട്ടത്തിയുടെ മോളൊക്കെ ആയിട്ട് പോയപ്പം ഞങ്ങൾ അവിടെ നിന്നൊരു കടയിൽ നിന്ന് മേടിച്ചതാണ് ഈ ചീനിച്ചട്ടി. നല്ല അടിപൊളി ചീനിച്ചട്ടി. നമുക്ക് എല്ലാം കുഞ്ഞിച്ചിരി ഇതൊക്കെ കടുവ് വറക്കാനായാലും അപ്പം ചുടാനും ഒക്കെ നല്ല അടിപൊളി ഇതാണ്. അപ്പം ഞാൻ കുറച്ചപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെ വീഡിയോയ്ക്കകത്തൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് നല്ല അടിപൊളി അപ്പം കണ്ട നമ്മളെ കടയിലൊക്കെ കിട്ടുന്ന അപ്പം പോലെ ഇരിക്കുന്നു. ഞാൻ രാവിലെ എടുത്തപ്പോൾ ഒരു ശകലം സോഡാപ്പൊടി ചേർത്തായിരുന്നു. പിന്നെ നമ്മളെ കടലയാണ് നമ്മുടെ ഇന്നലത്തേത്. അത് നമ്മൾ കുറച്ച് എടുത്തതിൻ്റെ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അപ്പവും കടലയും. അപ്പം നിങ്ങളെല്ലാവരും രാവിലത്തെ കപ്പൂടിയൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 9:30 അപ്പം നമ്മൾ അപ്പം എല്ലാം പാത്രം അങ്ങോട്ട് താഴോട്ട് വീണു. നമ്മുടെ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ട. നമുക്ക് ഈ അപ്പം ഒന്ന് എടുത്ത് ഇപ്പം ഞാൻ കുറച്ചപ്പം ചുട്ടിട്ടുണ്ടായിരുന്നല്ലോ അതേണ്ട്. അപ്പം നമ്മുടെ അടിപൊളി അപ്പവും നമ്മളെ കടലയും കൂടെ കണ്ട. അപ്പം നമ്മൾ കടലയപ്പം. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.